ഓ എത്തിയോ? ഞാൻ കരുതി എന്റെ മരിപ്പിനെ വരത്തുള്ളൂ. ഞാൻ എന്നാ ചെയ്യാനാ, സാധനം കിട്ടണ്ടായോ? അത് കഞ്ചാവിനൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞയച്ചത്, 1/2 കിലോ ഉള്ളി വാങ്ങിക്കാനല്ലേ. എനിക്ക് മരുന്ന് കഴിക്കണം, പോയി 1 ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം. ദയച്ചി ചേച്ചി, ഈ ലാലേട്ടൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന കാണിച്ചോ? ഒരു വട്ടം കാണിച്ച്, കൂടെ ഒരു സിമുകോ. എന്തൊരു ഇതാ. ഓ ചേച്ചി, ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ? എന്തോന്ന്? ജീമോന്റെ കടയിലെ ബേബി പറഞ്ഞതാ, എന്തോന്ന്? നമ്മളെ ചെക്കനെ കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണുമായിട്ട് ഒരു ഇത്. ആര്? കുട്ടാപ്പിയോ? നിനക്ക് എങ്ങനെ അനാവശ്യം പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, ഇപ്പൊ അങ്ങനെയായോ? എനിക്ക് കേൾക്കണ്ട. ചെറുക്കം വെറുതെ വെള്ളം കോരുന്നതാ. എന്നെ ഇതുപോലെ ഒരുത്ത വളയ്ക്കാൻ നോക്കിയതാ, പക്ഷെ ഞാൻ വീടില്ല. ഏത് ഗതി കെട്ടവനാണോ അത്? എന്ത് എന്നെ എത്ര കാണാൻ കൊള്ളില്ലേ? മര്യാദക്ക് സത്യം പറഞ്ഞു, നിനക്ക് ആ പെങ്കുച്ചിന് ഇഷ്ടമാണോ? എന്തിഷ്ടാണോന്ന്? നിങ്ങൾക്ക് വട്ടാണോ? പ്രേമം പലരെയും വട്ടന്മാരാക്കും. അയ്യോ, പഴയ നാടകത്തിലെ വല്ല ഡയലോഗ് ആയിരിക്കും. എന്താടാ നാടകത്തിനോട് ഇത്ര പുച്ഛം? ഞാൻ തെരുവ് നാടകം കളിച്ചിരുന്ന കാലത്തെ അതുവഴി പോയ മധുസാറെ വണ്ടി നിർത്തി എന്റെ അഭിനയം കണ്ടതാ. എന്നിട്ടേ അദ്ദേഹത്തിന്റെ വക ഒരു ചോദ്യം, റോസ്മേരിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. ചുമ്മാ അന്ന് എനിക്ക് എത്ര ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല. നിങ്ങളെ പൊങ്ങച്ച കേൾക്കാനല്ല ഞാൻ ഇവനെ വിളിച്ചു വരുത്തിയത്, ഇവന്റെ പ്രേമകഥ അറിയാനാ. ഓ, പ്രേമമില്ല, ഒരു മണ്ണാൻ കിട്ടില്ല. ദേ ചെറുക്ക, നീ നോക്കിക്കോ. നീ പെണ്ണ് കെട്ടാതെ ഇങ്ങനെ മൂത്ത് നരച്ചിരിക്കും. ദേ മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നീ ഒരു കാലത്തും. എന്റെ പൊന്നമ്മച്ചി, പ്രാകരുത്. പറ്റിപ്പോയി. ഇഷ്ട, പക്ഷെ പെങ്കൊച്ചിനോട് ഞാൻ ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. ഈ ദേവി, നിങ്ങളിത് ആരോടും പറയരുത്. പറയില്ല. പറയല്ലേ? എന്നാ കുഴപ്പമില്ല. ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കവരത്തി. അണ്ണാ, അണ്ണൻ ഇങ്ങനെ ആഗ്രഹം ഉണ്ടെ പറയണ്ടേ? എന്താഗ്രഹം? ആരതി ആരതി നീ കൊള്ളാലോടാ. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള വേദനയാണ്. ചിലപ്പോൾ അത് വേണ്ടെന്ന് തോന്നും, പക്ഷേ അത് നഷ്ടപ്പെടുത്താൻ ആരും തയ്യാറില്ല.